ആദ്യമായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുന്ന എക്സൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. സോ ഗെറ്റ് റെഡി വിത്ത് മീ. ആസ് യൂഷ്വൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഒരു ഫൗണ്ടേഷൻ യൂസ് ആക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ഞാൻ സാധാരണ ഡെയിലി യൂസിന് ഉപയോഗിക്കാറില്ല. വല്ല ഫംഗ്ഷൻസ് ഉള്ളപ്പോഴോ അല്ലെങ്കിൽ റീൽസോ വീഡിയോസോ ഒക്കെ എടുക്കുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എന്തായാലും വീഡിയോ എടുക്കുന്നതല്ലേ എന്ന് ഓർത്തിട്ട് അതായിട്ട് കുറക്കണ്ടെന്ന് വെച്ച് ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഫേസൊക്കെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഫൗണ്ടേഷനൊക്കെ ഇട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സാധാ ഒരു പൗഡർ എടുത്തിട്ട് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഫേസ് കൊണ്ട് എനിക്കൊരു ചിരി വരാറ്. അവസാനം എങ്ങനെയൊക്കെ തേച്ച് മച്ചെടുത്തു. നെക്സ്റ്റ് എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ലിപ്സ്റ്റിക്. ഞാൻ ഇവിടെ ഒരു റെഡിഷ് ബ്രൗൺ ഷെയ്ഡുള്ള ലിപ് പെന്നായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മുടെ ലിപ്സൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. പിന്നെ ലിപ്സൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഒരു ലിപ് ഷെയ്ഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്കെന്തോ വലിയ മെന തോന്നാത്തതുകൊണ്ട് ഞാൻ ഒരു ലിപ് പെന്നും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എന്ത് ഷെയ്ഡാന്ന് എനിക്കറിയില്ല കേട്ടോ. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ ഒരു റെഡ് ഷെയ്ഡുണ്ട്. ആ റെഡ് ഷെയ്ഡും കൂടി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അതിനുശേഷം ഒരു ബ്ലാക്ക് ലിപ് ലൈനർ എടുത്തിട്ട് ലിപ്പ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ലിപ്സൊക്കെ നല്ല ഡിഫൈൻ ചെയ്തിരിക്കും, ഭംഗിയായിട്ടിരിക്കും. പിന്നെ ഞാൻ ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഐബ്രോസൊക്കെ ഫില്ല് ചെയ്യാറ്. ഇങ്ങനെ രണ്ട് സൈഡ് ഐബ്രോസൊക്കെ ഫില്ല് ചെയ്ത് സെറ്റാക്കി എടുത്തു. പിന്നെ നെക്സ്റ്റ് ഐലൈനർ വെച്ചിട്ട് 2 വിങ് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കുറേ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം 2 കണ്ണും പെർഫെക്റ്റ് ആയിട്ടുള്ള വിങ് കിട്ടി ഗൈസ്. അടുത്തത് മസ്കാരയാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ടാന്ന് തോന്നണില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. മസ്കാര വെച്ച് നമ്മുടെ ലാഷസൊക്കെ നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ വീഡിയോ എടുക്കുന്ന ആവേശത്തിൽ ഞാൻ കുറേ ബ്ലഷൊക്കെ വാരി കോരിട്ടു കേട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് മാറ്റ് ലിപ്സ്റ്റിക് ആയിരുന്നു എന്ന്. അതുകൊണ്ട് മിക്സ് ചെയ്യാൻ നല്ല പാടായിരുന്നു. അവസാനം മിക്സ് ആവുന്നേ ഉണ്ടായില്ല. കുറേ പണിപ്പെട്ടതിന് ശേഷം ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അതിനുശേഷം ചീക്സിൽ ബ്ലെൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അതാണെങ്കിൽ ഒട്ടും അനങ്ങുന്നില്ല. പെട്ടു ഗൈസ്, ഞാൻ പെട്ടു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒന്നും കൂടി ട്രൈ ചെയ്യാൻ നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചും കൂടി ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ബ്ലെൻഡാക്കി നോക്കുന്നുണ്ട്. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ റെഡിയായി കിട്ടി. അവസാനം ബ്ലെൻഡായി കിട്ടിയപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെ ആയി കിട്ടി. എന്നിട്ട് കുറേ നേരത്തെ നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം ബ്ലഷിൻ്റെ പണി അങ്ങനെ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. സന്തോഷം, ഹാപ്പി. എന്ത് ഡ്രസ്സ് ഇടുമെന്ന് എനിക്ക് വലിയ പ്ലാനൊന്നും ഉണ്ടായില്ല. അവസാനത്തെ എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓപ്ഷനായിരുന്നു സാരി. അങ്ങനെ സാരി കൊടുത്തു, സെറ്റായിട്ട് വന്നു. പിന്നെ ഒരു ഇയറിങ്സും കൂടി ഇട്ട് കൊടുത്തു. മുടിയൊക്കെ ഒന്ന് ലൂസ് ചെയ്തിട്ടു. എന്തോ ഒരു കുറവ് തോന്നി, ഒരു പൊട്ടിൻ്റെ കുറവാണ്. ആ ഒരു പൊട്ടും കൂടി വെച്ചിട്ട് എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ ലുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം ഞാൻ വിചാരിച്ചു ഒരു പോണിറ്റെയിൽ കിട്ടി നോക്കിയാലോ എന്ന്. അങ്ങനെ അവസാനം ഒരു പോണിറ്റെയിലും കൂടെ കിട്ടി. അങ്ങനെ 2 പോസൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.